അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 2 പാഠങ്ങളും എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? ടെസ്റ്റ് പേപ്പറൊക്കെ എങ്ങനെ എഴുതി? അടുത്ത ഒരു പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. ഈ യൂണിറ്റിലെ തന്നെ അടുത്ത പാഠം എന്ന് പറയുന്നത് ശ്രീ റഫീഖ് അഹമ്മദ് എഴുതിയ അമ്മത്തൊട്ടിൽ ആണ്. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത് പ്രശസ്ത കവിയും സിനിമാ ഗാന രചയിതാവുമാണ്. ആധുനിക കാല കവികളിൽ ഏറെ പ്രശസ്തനാണ് ശ്രീ റഫീഖ് അഹമ്മദ്. കവിതകൾക്കും അതിൻ്റെ ഗാനരചനയ്ക്കുമൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അമ്മത്തൊട്ടിൽ എന്നാണ് കവിതയുടെ പേര്. സമകാലിക സംഭവങ്ങൾ കവിതയ്ക്ക് അടിസ്ഥാനമാക്കി രചിക്കുന്ന ആളാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയാം. അതായത് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയും എല്ലാവർക്കും. അപ്പോൾ നമുക്കറിയാം, അനാഥ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന ആൾ. ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥമായി വളരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? അനാഥാലയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആശുപത്രികളിലും ശിശുക്ഷേമ ഭവനങ്ങളിലുമൊക്കെ കുട്ടികളെ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതായത് ആരെങ്കിലും കുട്ടികളെ ഉപേക്ഷിക്കുമ്പോൾ ആ കുട്ടികളെ എടുത്തു വളർത്തുന്നതിന് വേണ്ടി അതിൻ്റെ മുൻപിൽ ഒരു തൊട്ടിൽ വച്ചിരിക്കും. അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെയാണ് ലഭിക്കുന്നത്. അതിനെയാണ് അമ്മത്തൊട്ടിലെന്ന് പറയുന്നത്. ഇവിടെ വാർദ്ധക്യകാലം, ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യം, അതിനെ സൂചിപ്പിക്കുന്ന മക്കളുടെ സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടേണ്ട കാലത്ത് വൃദ്ധസദനങ്ങളിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ തേങ്ങലുകൾ, ഉള്ളു പൊള്ളിക്കുന്ന അവരുടെ തേങ്ങലുകളാണ് ഈ കവിതയ്ക്ക് വിഷയമെന്ന് പറയുന്നത്. വൃദ്ധസദനത്തിൽ കഴിയേണ്ടി വരുന്ന ഒരമ്മയല്ല, സ്വന്തം മകനാൽ ഉപേക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരമ്മയുടെ കഥയാണ് ഇവിടെ കവിതയ്ക്ക് ആധാരമായിരിക്കുന്നത്. അപ്പോൾ സ്വന്തം മകൻ, ഒരുപക്ഷെ ഭാര്യയുടെ ശല്യം സഹിക്കവയ്യാതെ ആവാം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എന്ന ഭാര്യയുടെ ചൊല്ലി കേട്ടിട്ടാവാം അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ തയ്യാറാകുന്നു. ആ ഒരവസ്ഥയിൽ തങ്ങളുടെ ചോരയും നീരും കൊടുത്ത് വളർത്തിയ മക്കൾ തങ്ങൾ വൃദ്ധരാകുമ്പോൾ, വയസ്സാവുമ്പോൾ തങ്ങളെ ഉപേക്ഷിക്കുമോ എന്നൊരവസ്ഥ. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട്, അല്ലേ? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനെയും അമ്മയൊക്കെ കഴിയുന്ന വൃദ്ധസദനങ്ങൾ ഉണ്ട്. അപ്പോൾ അവരുടെ നല്ല കാലത്ത്, ഈ മാതാപിതാക്കളുടെ നല്ല കാലത്ത് അവരുടെ ആരോഗ്യവും സമ്പത്തും എല്ലാം ഈ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചവരാണ്. പക്ഷേ മക്കൾ സ്വന്തം നിലയിൽ എത്തിക്കഴിയുമ്പോൾ, സ്വന്തം നിലയ്ക്ക് കാലുറപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ പ്രായമായ, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അച്ഛനെയും അമ്മയും അവർക്കൊരു ഭാരമാകുകയും അവരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു അവസ്ഥയാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതൊക്കെ മനുഷ്യരുടെ അവസ്ഥകളാണ്. അപ്പം ഇന്ന് അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കാൻ താവുന്ന മകൻ നാളെ വയസ്സാകില്ലേ? തീർച്ചയായും. അപ്പോൾ അവരുടെ മക്കളും അവരെ ഉപേക്ഷിക്കുകയായിരിക്കും ചെയ്യുക. പക്ഷെ അവരത് ആലോചിക്കാറില്ല. തങ്ങൾക്ക് വേണ്ടി ജീവിതം കഴിച്ച അച്ഛനെ, അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും കിട്ടേണ്ടതും അവർ ആഗ്രഹിക്കുന്നതുമായ കാലഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യത്തിൽ മകനാൽ ഉപേക്ഷിക്കപ്പെടാൻ വന്ന ഒരു അമ്മയുടെ കഥ, അതാണ് ഈ കവിതാ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളപ്പം വർത്തമാനകാലത്തെ ജീവിതത്തിൻ്റെ സങ്കീർണതകളൊക്കെ കവിതയ്ക്ക് വിഷയമാക്കുന്ന കവിയാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയാവുന്നതുണ്ട്. അമ്മ എന്ന് പറയുന്നത് ഒരു കെടാവിളക്കാണ്, ഇല്ലേ? കെടാറായ വിളക്കാണ്. കെടാറായ വാർദ്ധക്യം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ കവിതയൊന്ന് ചൊല്ലാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടു ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. അപ്പോൾ മകൻ അമ്മയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഭാര്യയുടെ നിർബന്ധം മൂലം, അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടി വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാവാം, മകനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ കാറിൻ്റെ പിൻ സീറ്റിൽ കൊണ്ട് ചെന്ന് ചാരി ഇരുത്തി.
അമ്മയ്ക്ക് തീരെ ആരോഗ്യമില്ല, നേരെ ഇരിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അമ്മയാണ്. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ എന്നാണ്. അമ്മയ്ക്ക് ആരോഗ്യമില്ല, വയസ്സായിരിക്കുന്നു, സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ആ അമ്മയെ കൊണ്ട് അമ്മയ്ക്ക് മുൻസീറ്റിൽ സ്ഥലമുണ്ട്, പക്ഷെ തനിക്കൊപ്പം ഇരുത്തിയോ അമ്മയെ? ഇല്ല. പിൻസീൽ അമ്മ ജീവിതത്തിൽ തന്നെ പിന്നിലായിപ്പോയ ഒരു വ്യക്തിയാണ് അല്ലേ. അമ്മയെ കൊണ്ട് പിൻസീറ്റിൽ ചാരി ഇരുത്തി. എത്ര നേരെ ഇരുത്താൻ ശ്രമിച്ചിട്ടും അമ്മ ഒരു അറ്റത്തേക്ക് ഒതുങ്ങിയിരുന്നു, ഒതുങ്ങി വന്നു. കാരണം അമ്മയ്ക്ക് തനിയെ നേരെ ഇരിക്കാൻ നിവർത്തിയില്ല. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട്. അപ്പം അതായത് എല്ലും തോലുമായി മാറിയിരിക്കുന്നു അമ്മ, നീരറ്റു പോയിരിക്കുന്നു. അമ്മയുടെ കയ്യിൽ മാംസമൊന്നും ഇല്ല, അത് വെറും എല്ലും തോലും മാത്രമായിരിക്കും. ശോഷിച്ചു പോയിരിക്കുന്നു. ഒരുപക്ഷെ രോഗം കൊണ്ടാവാം, അതല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരെ ചൊവ്വേ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാവാം. അമ്മയെ ഉപേക്ഷിക്കാൻ മകനോട് പറയുന്ന ഭാര്യ അമ്മയ്ക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ശരീരത്തിൻ്റെ നീരും എല്ലാം അറ്റുപോയിരിക്കുന്നു. ചുക്കിച്ചുളിഞ്ഞ കൈകൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ചുക്കിച്ചുളിഞ്ഞ കൈ നെഞ്ചോട് ചേർത്ത് അമ്മ വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ, ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. അപ്പം മകൻ ഈ രാത്രിയിൽ അമ്മയും കൊണ്ട് ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകുന്നതിനാണെന്നോ എന്തിനാണെന്നോ മകനോട് അമ്മ ചോദിക്കുന്നില്ല. മകൻ വിളിച്ചു, അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അമ്മ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല, നീ എന്തിനാണ് എന്നെ ഈ രാത്രി കൊണ്ടുപോകുന്നതെന്നും ചോദിച്ചില്ല. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനൊക്കെ നല്ല തിളക്കമായിരിക്കും ഇല്ലേ. നമ്മളത് ഉപയോഗിച്ച് കഴുകിയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ തിളക്കമൊക്കെ മാറ്റി ഒരു മങ്ങിയ നിറമാകും. അതുപോലെ അമ്മയുടെ കണ്ണുകളും മങ്ങിപ്പഴകിയ നിറത്തിലായിരിക്കുന്നു. എങ്ങനെയുള്ള കണ്ണുകൾ? പാടയും പീളയും മൂടിയ കണ്ണുകൾ, ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. പാടയും പീളയൊക്കെ മൂടിയിട്ട് ആ കണ്ണുകൾ അമ്മ വളരെ കഷ്ടപ്പെട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി രാത്രി കാലത്ത് കാറിൻ്റെ പിൻസീറ്റിലിരുത്തി മകൻ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്തിനു പോന്നു മോനെന്നോ അല്ലെങ്കിൽ എന്നെ നീ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്നോ ഒന്നും ചോദിച്ചില്ല. മിണ്ടാതെ ആ ചുക്കിച്ചുളിഞ്ഞ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ കാറിൻ്റെ പിൻസീറ്റിൽ ഓരത്തായി അരികിലായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്തത്. അമ്മയുടെ കണ്ണുകൾ പാടയും പീളയും കൊണ്ട് മൂടിയവയെ ആയിരുന്നു. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്ത് പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തോരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അതായത് അപ്പോഴും ആ വിജനമായിരുന്നു, രാത്രികാലമായതുകൊണ്ട് തന്നെ ആ തെരുവീഥികളൊക്കെ വിജനമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ കടത്തിണ്ണകളിലൊക്കെ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. രാത്രി ആകുമ്പോഴേക്കും കടകളെല്ലാം അടച്ചു കഴിയുമ്പോൾ സ്വന്തമായി വീടും കുടിയും ഒന്നും ഇല്ലാത്തവരെ എവിടെയാണ് അന്തി ഉറങ്ങുന്നത്? ഏതെങ്കിലും കടയുടെ തിണ്ണയിലായിരിക്കും അല്ലേ, താഴെ ഷട്ടറിന് കീഴേ ആയിരിക്കും. അവരൊക്കെ രാത്രിയിൽ ഉറക്കത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. നാളേക്ക് വേണ്ടി നാളെ എഴുന്നേൽക്കുന്നത് വേണ്ടി ഈ പെരുമാളിൻ്റെ മാൾ എന്ന് നമ്മൾ പറഞ്ഞ വലിയ വലിയ ബിൽഡിംഗ് കോംപ്ലക്സുകളെയാണ് മാൾ എന്ന് പറയുന്നത് അല്ലേ. ഐ-മാൾ, RP മാൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലുലു മാൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ മാളിൻ്റെ ഓരത്ത് അവിടെ ഉറങ്ങുന്ന ആളുകൾ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഇറക്കിയാലെന്ന് ഓർത്തു. അപ്പോൾ എന്താ വിചാരിച്ചത്? ആ ആളുകൾ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ട് അമ്മയെ ഇരുത്തിയാലോ എന്ന് മകൻ ഒരു സമയം ആലോചിച്ചു. എന്നിട്ട് അമ്മയെ ഇറക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്തോരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അപ്പോൾ ദൂരെ ഒരിടത്ത് ഒരു പട്ടി പെറ്റുകിടക്കുകയാണ്, പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആളനക്കം കേട്ടാൽ ഇവ എന്താ ചെയ്യുന്നത്? കുരച്ചുകൊണ്ട് ചാടി വരും. അതായത് തൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കാൻ മറ്റുള്ളവർ വരികയാണോ എന്ന് വിചാരിച്ചാണ് പ്രസവിച്ച് കിടക്കുന്ന പട്ടിയുടെ അടുത്തേക്ക് ആളുകൾ ചെന്നാൽ അത് കുരച്ചുകൊണ്ട് അതിൻ്റെ ശൗര്യം കാണിക്കുന്നത്. അപ്പോൾ
മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കുരച്ചുകൊണ്ട് ചാടി വീഴുന്നൊരവസ്ഥ. അപ്പോൾ മനുഷ്യരെന്താ ചെയ്യുന്നത്? തന്നെ പ്രസവിച്ച് പോറ്റി വളർത്തി ഇത്രയാക്കിയ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊരു വൈരുദ്ധ്യമാണ് ഇവിടെ അല്ലേ. അപ്പോൾ മൃഗങ്ങൾ പോലും അവയെ ശൗര്യം കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തോരിരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടപ്പടി ഓരോന്ന് കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്നു മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അത് കഴിഞ്ഞ് അവിടെ നിർത്താൻ, അതായത് മാളിൽ, ആ പെരുമാളിൻ്റെ വലിയ മാളിൻ്റെ അടുത്ത് അമ്മയെ ഇറക്കി വിടാൻ അല്ലെങ്കിൽ കൊണ്ടിരുത്താൻ മകന് സാധിച്ചില്ല. മകൻ എന്ത് ചെയ്തു? വീണ്ടും അമ്മയെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഉപേക്ഷിക്കാമെന്ന് ചിന്തിച്ചു. അവിടെ എന്താണ്? ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകൾ ഉണ്ടെങ്കിൽ, രാത്രി തട്ടുകടകളൊക്കെ ഉണ്ടല്ലേ, രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുക അല്ലേ. ജില്ലാശുപത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ രാത്രിയിൽ ഒരു കട അവിടെയുണ്ട്. അവിടെ 2-3 ആളുകൾ അങ്ങും ഇരിക്കുന്നുമുണ്ട്. അതിനടുത്ത് ഉപേക്ഷിക്കുക. എന്നാൽ പിന്നിലുണ്ട് ഒഴിവ് കനത്തോരിരുളിടം. പുറകിൽ നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് അമ്മയെ കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. അങ്ങോട്ട് നടക്കാൻ പോയപ്പോൾ എന്തോ ഒന്ന് ഉടക്കി. എന്താണ് ഉടക്കിയത്? തൻ്റെ മനസാക്ഷി തന്നെയാണ്. മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് പണ്ടത്തെ കാലം മകൻ ഓർമ്മ വന്നു. ആരാണ്? തൻ്റെ മനസാക്ഷി തന്നെയാണ് ഉടക്കിയത്. അപ്പം എന്താണ് ഓർത്തത്? പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട് അപ്പടി ഓരോന്ന് കയറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിന് നീറ്റൽ പോൽ ഒന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പണ്ട് താൻ കുട്ടിയായിരുന്നപ്പോൾ തനിക്ക് പനി വന്നതും തന്നെയും എടുത്തുകൊണ്ട് ആശുപത്രി പടികൾ അമ്മ ഓരോന്ന് ഓടിക്കയറിയതും കിതച്ചു പോയതും അവന് ഓർമ്മ വന്നു. എത്ര കരുതലോടെയാണ് അമ്മ തന്നെ അന്ന് ശുശ്രൂഷിച്ചത്. അന്ന് തനിക്ക് പനി വന്നപ്പോൾ എടുത്ത ആ സൂചിയുടെ നീറ്റൽ ഇപ്പോൾ മനസ്സിലൂടെ കടന്നുപോയതായിട്ട് മകന് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അപ്പോഴൊരു മനസാക്ഷി കുത്ത് അനുഭവപ്പെട്ടത് കൊണ്ട് അവിടെയും അമ്മയെ ഇറക്കി വച്ചില്ല. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തേക്ക് ഓർക്കുക. കവിത നന്നായി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.